നമ്മൾ ഇന്ന് നോമ്പുകാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വചന വിചിന്തനത്തിനായി നൽകുന്ന ഭാഗങ്ങൾ. ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ആബേലിനെ കൊന്ന കായേൻ അനുതപിച്ച് തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായി സാമുവേലിൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന സാവൂലിനെ വധിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടും അത് വേണ്ട എന്ന് വയ്ക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. സുവിശേഷ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെയാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈ പിടിക്കപ്പെട്ട വ്യഭിചാരിണി. ഇവിടെ 3 ചിന്തകൾ മാത്രം പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, പരിഹാരം കണ്ടെത്താനല്ല ഈശോയുടെ അടുക്കലേക്ക് ഈ ഫരിസയരും നിയമജ്ഞരും ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത്. വചനം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ സ്ത്രീയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെ അവനെ വാക്കിൽ കൊടുത്താനായിട്ട് സാധിക്കും എന്ന് പരിശോധിക്കാനാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, ഈശോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആദ്യം നിയമജ്ഞരും ഫരിസയരും ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈ സ്ത്രീയെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ അതിന് ഉത്തരമൊന്നും കൊടുക്കുന്നില്ല. മറിച്ച് ഈശോ നിശബ്ദനായിരുന്ന് നിലത്ത് എഴുതുകയാണ്. എന്നിരുന്നാലും ഈ നിയമജ്ഞരും ഫരിസയരും ഈശോയെ വെറുതെ വിടുന്നില്ല, വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. മൂന്നാമതായിട്ട് ഈശോ ആ സ്ത്രീയോട് ഒരു കൊച്ചു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്, മേലിൽ പാപം ചെയ്യാതിരിക്കുക. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഫരിസയരുടെയും നിയമജ്ഞരുടെയും ഈ മനോഭാവങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. മറ്റുള്ളവരെ പ്രശ്നത്തിലാക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നവരാണോ നാം ഓരോരുത്തരും എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട്, ചില യോഗങ്ങളിലോ അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലൊക്കെ വാക്കിൽ കൊടുക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കുവാനും മറ്റുള്ളവർക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുവാനും തയ്യാറായുള്ള ഒരുപാട് ജനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽപ്പെട്ടവരാണോ നാം ഓരോരുത്തരും എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. രണ്ടാമതായിട്ട്, കൂട്ടമായി മറ്റുള്ളവർ ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ അതിനോടൊപ്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാറുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അല്ലെങ്കിൽ ഈശോ കാണിച്ചതുപോലെ അതിൽ നിന്നൊന്ന് നിശബ്ദരായിരുന്നു കൊണ്ട്, അതിൽ നിന്നൊന്ന് മാറി നിന്നുകൊണ്ട് ഈശോ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മൂന്നാമതായിട്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ കരുണയോടെ കാണുവാനും ദൈവത്തെ അവരിൽ കണ്ടുകൊണ്ട്, ഈശോയെ അവരിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെയും ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.